പോളിംഗ് ദിവസമുണ്ടായ വാക്കുതർക്കങ്ങളാണ് സംഭവത്തിന് പിന്നിലെന്ന് ഷിജുവും പ്രവർത്തകരും പറയുന്നു. രാത്രി പോലീസ് സംരക്ഷണയിലാണ് ഷിജുവിനെ വീട്ടിൽ കൊണ്ടുവിട്ടതെന്നും അക്രമമുണ്ടാകുമെന്ന ഭയത്താൽ രാത്രി മാറി നിന്നുവെന്നും ഷിജു പറയുന്നു. കാറും ജനൽച്ചില്ലകളും തകർക്കുന്ന ശബ്ദം കേട്ട് ഷിജുവിന്റെ അമ്മ ഇറങ്ങി നോക്കിയെന്നും 10ഓളം പേർ സംഘത്തിലുണ്ടായിരുന്നുവെന്നും ചിലരെ തിരിച്ചറിയാൻ പറ്റുമെന്നും ഷിജു കൂട്ടിച്ചേർത്തു. നമ്മളോട് പറഞ്ഞത് ഇലക്ഷൻ കഴിയട്ടെ, നിങ്ങൾ ഈ BLOയുടെ വിഷയത്തിൽ എന്നെ ക്രൂസിലേറ്റിയാൽ ഇപ്പം ഇലക്ഷൻ കഴിയട്ടെ, ബാക്കി പിന്നെ കണ്ടോളാം എന്നുള്ള രീതിയിൽ ഭീഷണിപ്പെടുത്തി വിടുകയുണ്ടായി. ഇന്നലെ ഞങ്ങൾ ബൂത്തിലിരിക്കാൻ വേണ്ടി ചെന്നു. രാവിലെ മുതലേ നമ്മളെ ബൂത്തിൽ നിന്ന് ഒഴിവാക്കാനുള്ള ശ്രമം നടന്നു. പക്ഷേ ഞങ്ങൾ അതിലും അതിജീവിച്ചുകൊണ്ട് ബൂത്തിൽ തന്നെ ഇരുന്നു. ഉച്ചൊരു 3 മണിയോടെ ഞാനൊന്ന് ടോയ്ലറ്റിൽ പോകാൻ വേണ്ടി പുറത്തേക്ക് ഇറങ്ങി. ബൂത്തിൽ നിന്ന് ജസ്റ്റ് ഒന്ന് പുറത്തിറങ്ങുമ്പോൾ തന്നെ എന്നെ റഫീഖ് വന്ന് കയ്യേറ്റം ചെയ്തു. റഫീഖിൻ്റെയും ശരത്തിൻ്റെയും നേതൃത്വത്തിൽ കയ്യേറ്റം ചെയ്യുകയുണ്ടായി. കയ്യേറ്റം ചെയ്തിട്ട് എന്നോട് പറയുകയുണ്ടായി, ഇനി നിന്നെ ഈ നാട്ടിൽ ജീവിക്കാൻ ഞങ്ങൾ അനുവദിക്കില്ല, ഇനി നീ ഒന്ന് ജീവിക്കുന്ന കാണണം എന്നുള്ള രീതിയിൽ തന്നെ ഭീഷണിപ്പെടുത്തി. അല്ലെങ്കിൽ നീ ഇപ്പം ഇത് ഒഴിവാക്കി പോക്കുമെന്ന് പറഞ്ഞു. ഞാൻ അവരുടെ ഭീഷണിയെ ഭയക്കാതെ ഞാൻ വൈകുന്നേരം പോളിംഗ് അവസാനിച്ച് പെട്ടി സീൽ ചെയ്യുന്നവരെ അവിടെ നിന്ന് പോലീസ് പ്രൊട്ടക്ഷനോട് കൂടിയാണ് വീട്ടിലെത്തിയത്. വീട്ടിലെത്തിയ ഉടനെ തന്നെ ഇതിൻ്റെ പോലീസ് പോയ ഉടനെ തന്നെ ഒരു 10-20 ബൈക്കുകളിലായിട്ട് CPM പ്രവർത്തകർ തൊട്ടടുത്തുള്ള ഒരു താമസമില്ലാത്ത വീട്ടിൽ സമ്മേളിക്കുകയുണ്ടായി. അതിനുശേഷം രാത്രി 12:15 കൂടിയാണ് അപ്പോൾ എനിക്ക് എൻ്റെ നേതാക്കന്മാർ പറഞ്ഞു തൽക്കാലം ഒന്ന് മാറി നിൽക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് ഞാൻ ഇവിടുന്ന് മാറി നിൽക്കുകയുണ്ടായി. അപ്പോൾ ഒരു 12:15 കൂടിയാണ് അമ്മയും ഭാര്യയും മക്കളും ഉള്ള എൻ്റെ വീട്ടിനെ അവർ ആക്രമിച്ചത്. അമ്മ എഴുന്നേറ്റ് വരുമ്പോഴേക്കും ഒരു 10ഓളം ആൾക്കാർ ഇവിടുന്ന് ഓടി പോകുന്നതായിട്ട് അമ്മയുടെ ശ്രദ്ധയിൽപ്പെട്ടു. അമ്മയുടെ ആളെ തിരിച്ച് ചിലരെ കണ്ടാൽ മനസ്സിലാവുന്നുള്ള രീതിയിൽ അമ്മ സംസാരിച്ചിട്ടുണ്ട്. അസുഖബാധിതനായ മകന്റെ ആവശ്യത്തിലേക്കാണ് കാർ വാങ്ങിയതെന്നും ഷിജു പറയുന്നു. അക്രമത്തിൽ 12ഓളം ജനൽ ചില്ലകൾ തകർന്നു. കാറിന്റെ ചില്ലുകളും പൂർണ്ണമായും തകർന്നു. മാരുതി ഓൾട്ടോ 800 കാറാണ് തകർത്തത്. സംഭവമറിഞ്ഞ് പെരിങ്ങോം പോലീസ് സ്ഥലത്തെത്തി. നെറ്റ്വർക്ക് ന്യൂസ്, കരിവള്ളൂർ.